പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് വിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഏത് സമയത്തും നമ്മുടെ മണവാളൻ, നമ്മുടെ കർത്താവ് വരും. നമ്മുടെ ജീവിതം അതുകൊണ്ട് നാം ഹല്ലേലൂയ എല്ലാ സമയത്തും ഒരുക്കമുള്ളവരായിരിക്കണം. ഏത് സമയത്തും യജമാനൻ വരുന്നവരും ഉണർവുള്ളവരായി നാം കാണപ്പെട്ടാൽ നാം ഭാഗ്യമുള്ളവരത്രേ. വേദപുസ്തകം അതുകൊണ്ട് നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: നാം അരകെട്ടി ഹല്ലേലൂയ നാം വിളക്ക് കത്തിച്ച് ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവ് ഏത് സമയത്ത് വന്നാലും വിശ്വസ്തനായുള്ള ഹല്ലേലൂയ ബുദ്ധിമാനായിട്ടുള്ള ഗൃഹവിചാരകന്മാരെ അന്വേഷിക്കുന്നു. അവൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ഏത് സമയത്ത് വരുമ്പോഴും ഉണർവുള്ളവരായിരിക്കണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ലൂക്കോസ് വിശേഷം നാം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ അതുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, നാം ശുശ്രൂഷ മനോഭാവത്തോടെ ഇരിക്കണം. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം നാം ശുശ്രൂഷിക്കുവാൻ ഹല്ലേലൂയ എല്ലാ സമയത്തും തയ്യാറായിരിക്കണം. കർത്താവ് ഏറ്റവും നല്ലൊരു ശുശ്രൂഷകനായി തൻ്റെ മാതൃക ഈ ഭൂമിയിൽ നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് നാമും എല്ലാ സമയത്തും ഒരു ശുശ്രൂഷക്കാരൻ്റെ മനോഭാവത്തോടുകൂടെ ഇരിക്കണം. കർത്താവേ, ഞാൻ തയ്യാറെന്ന് പറയാൻ. ഏത് വേല കർത്താവ് ഏൽപ്പിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും അതിനുള്ള ഹല്ലേലൂയ ഒരുക്കത്തോടെ നാം ആയിരിക്കണം. നമ്മെക്കൊണ്ട് ദൈവത്തിന് വലിയവ ചെയ്യിക്കാനുണ്ട്. ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവത്തിന് നമ്മയും കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. 2, ഹല്ലേലൂയ കർത്താവിൻ്റെ വേല, ഹല്ലേലൂയ ശുശ്രൂഷ നാം വിശ്വസ്തയോടുകൂടെ ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത് ശുശ്രൂഷയ്ക്ക് നാം എല്ലാ കാലത്തും റെഡിയായി നിൽക്കണം. 2, ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ ചെയ്യണം. ദൈവം ഏത് വേലയാണോ നമ്മെ ഏൽപ്പിച്ചത് അതിന് കണക്ക് ചോദിക്കേണ്ട, കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. കണക്ക് ചോദിക്കുന്ന കർത്താവിൻ്റെ മുമ്പാകെ നമ്മുടെ കണക്കുകളെ പറഞ്ഞു കൊടുക്കാൻ നാം വിശ്വസ്തരത്രേ. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ച താലന്തുകളെ ഹല്ലേലൂയ തക്കത്തിൽ ഉപയോഗിപ്പാൻ കർത്താവ് നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതാ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ താലന്തുകളുടെ ഉപമ പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ നിങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ നിങ്ങൾ ഭംഗിയായി വിനിയോഗിക്കണം. ദൈവത്തിൻ്റെ പദ്ധതിയും അതുതന്നെയാണ്. ദൈവം എന്താണോ നമ്മെ ഏൽപ്പിച്ചത് അത് നാം നന്നായി ചെയ്യണം. ഒരിക്കൽ നാം കണക്ക് കൊടുക്കേണ്ട, ഹല്ലേലൂയ ദൈവമുമ്പാകെ കണക്ക് തീർക്കുന്ന ആ ദിവസത്തിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കാൻ ഇടയായിത്തീരട്ടെ. ദൈവത്തിൻ്റെ ആ ഒരു ഹല്ലേലൂയ നല്ല അപ്രീസിയേഷൻ നമുക്ക് ലഭിച്ചെങ്കിൽ നിശ്ചയമായി നമുക്ക് ദൈവമുമ്പാകെ മാന്യത ലഭിക്കും. ഹല്ലേലൂയ. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ പ്രിയരെ, ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി കരുതിയ ആ ദൈവിക നന്മകളെ ഒന്ന് ധ്യാനിക്കാം. എന്നിട്ട് കർത്താവിന് മുമ്പാകെ പറയാം, ദൈവമേ, നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ വിശ്വസ്തയോടെ ചെയ്യും. വിശ്വസ്തയോടെ ചെയ്യാൻ എന്നെ ബലപ്പെടുത്തണം. ഇങ്ങനെയൊന്ന് പറയാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി കർത്താവിൻ്റെ അടുക്കൽ ഹല്ലേലൂയ നമുക്ക് അനുഗ്രഹവും മാന്യതയും ലഭിക്കും. ഇതാ മൂന്നാമതായി വേദപുസ്തകം പറയുന്നു, കർത്താവിൻ്റെ വരവിങ്കൽ നാം ബുദ്ധിയുള്ളവരായി വെളിപ്പെടണം. വിശ്വസ്തരും മാത്രമല്ല, ഹല്ലേലൂയ ബുദ്ധിയും വേണം. നിങ്ങൾക്ക് മത്തായി സുവിശേഷത്തിൽ അതേ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധിയുള്ള കന്യകമാർ, ഹല്ലേലൂയ വിളക്കിൽ എണ്ണ കരുതിയവർ, ഈ അന്ത്യകാലത്തിൽ ഒരു സമയവും പാഴാക്കാത്തവർ, അവരാ ബുദ്ധിയുള്ളവർ. അവർ ദൈവത്തിന് വേണ്ടി ജാഗരിക്കുന്നവരാ, കർത്താവിൻ്റെ നാമത്തെ ഉപയോഗിക്കുന്നവരാ, ആ നാമത്തിൻ്റെ മഹത്വത്തെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരാ. പ്രിയരെ, ബുദ്ധിയോടെ കാര്യം ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അനേകര് ബുദ്ധിഹീനരായി തീരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനായിരിക്കാൻ, ദൈവവചനത്തെ പ്രമാണിക്കുന്ന ഒരു ബുദ്ധിമാനായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മെക്കുറിച്ച് വലിയ പദ്ധതികൾ ദൈവത്തിനുണ്ട്. ഈ തലമുറയിലും
കർത്താവിൻ്റെ കരത്തിൽ പ്രയോജനപ്പെടുത്താൻ, കർത്താവിൻ്റെ കരത്തിൽ ഉപയോഗമുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ഇതാ 3 കാര്യങ്ങൾ കർത്താവിനെ എതിരേൽക്കാനുള്ള ഒരുക്കത്തിൽ നാം ചിന്തിച്ചു. ഒന്ന്, ഹല്ലേലൂയ, നാം ശുശ്രൂഷയ്ക്ക് എല്ലാ സമയത്തും തയ്യാറായിരിക്കണം, ഉണർവുള്ളവരായിരിക്കണം. കർത്താവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷ എന്തും ചെയ്യാൻ അടിയനിതാ എന്നൊരു പറയുന്ന മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. 2, ഹല്ലേലൂയ, നാം വിശ്വസ്തരായിരിക്കണം. നമ്മെ ഏൽപ്പിച്ച ഏത് വേലയും, ഏത് താലന്തും, ഏത് കാര്യവും നന്നായി വിനിയോഗിക്കുന്ന, നന്നായി ചെയ്യുന്ന വിശ്വസ്തദാസന്മാരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരു പ്രതിഫല വിഭജനത്തിൻ്റെ ദിവസമുണ്ട്. അന്ന് ആ പൊൻപുലരിയിൽ കർത്താവിൻ്റെ മുമ്പാകെ ലജ്ജിച്ചു പോകാൻ ഇടവരുത്താതെ, പാട്ടുകാരൻ പറയുന്നത് പോലെ ഹല്ലേലൂയ, ആ ദിവസങ്ങളിൽ നാണിച്ചു പോകാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ, നല്ല ദാസൻ എന്ന് ചൊല്ലുന്നാൾ തൻ്റെ മുമ്പാകെ ലജ്ജിതനായി തീർന്നു പോകാതെ എന്ന് പറയത്തക്ക രീതിയിൽ നമ്മയും ബലപ്പെടുത്തുമാറാകട്ടെ. 3, നമുക്ക് ബുദ്ധിയോടുകൂടെ കാര്യങ്ങളെ ചെയ്യാം, ബുദ്ധിയോടുകൂടെ നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും അങ്ങനെ ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ, കർത്താവിൻ്റെ വരവിങ്കൽ മാനിക്കപ്പെടാൻ, കർത്താവിൻ്റെ വരവിങ്കൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.